ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു പൂത്തറ കെട്ടുന്നത്. പീലിക്കുട്ടിയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. അവൾക്ക് ഇത് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. അവളാണെങ്കിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരു സ്ലാബ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൗണ്ടിൽ ഒരു പൂത്തറയുടെ ഷേപ്പിൽ. അപ്പോൾ എല്ലാ വർഷവും അതെടുത്ത് വെച്ചിട്ട് അതിൽ ചാണകമൊക്കെ തേച്ച് മെഴുകി വൃത്തിയാക്കാറാണ്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് ഒരു കുഞ്ഞി പൂത്തറയാണ്. അപ്പോൾ നമുക്ക് അതിലൊരു പൂക്കളും ഇടാൻ കഴിയില്ല. 2 വട്ടം വരയ്ക്കുമ്പോഴേക്കും പൂത്തറ നിറയും. അപ്പോൾ നമുക്കതിൽ ചെറിയ ഡിസൈനൊന്നും ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇപ്രാവശ്യം നമുക്കൊരു പൂത്തറ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഏട്ടൻ്റെ ഐഡിയയിൽ പൂത്തറ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചരലുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത്. നല്ല പൊടിമണ്ണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആദ്യം ഒരു ടയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ച് എന്നിട്ട് ആ ടയർ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിലും പീലിക്കുട്ടീനെ നല്ല നല്ല സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഏട്ടൻ അത് അത്രയും ഭംഗിയാക്കി തരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ കല്ലൊക്കെ പോക്കി എടുത്തിട്ടുള്ള മണ്ണില്ലേ, അതിൽ കുറച്ച് തോനെ വെള്ളം പാർന്നിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് അത് ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് തേപ്പിൻ്റെ പലകയില്ലേ, ആ പലക വെച്ചിട്ട് നന്നായിട്ട് ഒരതി കൊടുക്കുകയാണ്. ഇപ്പോഴൊക്കെ പീലിക്കുട്ടി ഇത് കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവളൊക്കെ അന്ന് ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഇതൊന്നും കണ്ട് ഓർമ്മ തന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ നന്നായിട്ട് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളെ ആനിവേഴ്സറിയാണ്. ഞങ്ങൾക്കൊന്ന് വളവിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. പിന്നെ നാളേക്ക് പൂവ് വാങ്ങണം, പിന്നെ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏട്ടൻ്റെ ജോലി സ്പീഡാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനൊന്ന് വിളക്ക് എത്തിക്കാൻ പോയി. വിളക്ക് എത്തിച്ച് വന്നപ്പോഴേക്കും അച്ഛനും മോളും കൂടെ ഇതൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂത്തറേൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മഴ പെയ്തിക്കുകയാണെങ്കിൽ മുറ്റത്ത് നന്നായിട്ട് വെള്ളം നിൽക്കും. ഇത് മണ്ണുകൊണ്ട് മാത്രമാണല്ലോ, അപ്പോൾ ഇനി ഒലിച്ച് പോകുമോ എന്നൊരു ഡൗട്ടുണ്ട്. നിർത്താതെ മഴ വന്നിക്കുകയാണെങ്കിൽ എന്തായാലും പണി കിട്ടും. പിന്നെ ഏട്ടൻ അതിൻ്റെ മുകളിൽ ചാണം തേച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ചാണം തേച്ചിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് അത് ലെവൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂത്തറ. പിന്നെ ഞങ്ങൾ വളവ് പോകണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളവിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് കേക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ ആർക്കും അങ്ങനെ കേക്കിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കേക്ക് കഴിക്കും കേട്ടോ. ഓവറായിട്ട് അങ്ങനെ ഇന്ന ടേസ്റ്റ് വേണം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധാ ഒരു കേക്ക് വാങ്ങിച്ചു. വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ പൂത്തറ കെട്ടലും കേക്ക് വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളവിൽ ഈ ഒരു സ്ഥലത്തെ പൂക്കച്ചവടം കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചേച്ചി ഉള്ളിൽ നിന്ന് കുറച്ച് റോസാപ്പൂക്കളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ഹരിനന്ദനം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ നാളെ ക്ലാസ്സും ഉണ്ട്. അങ്ങനെ അവരെ വീട്ടിലേക്ക് ആക്കുകയും വേണം. എന്നാൽ പിന്നെ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നു. ഏട്ടൻ വന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.